ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. വ്യാജ വോട്ടർ പട്ടിക വിഷയം 10 കൊല്ലം ഒന്നും ചെയ്യാത്ത സർക്കാർ ഇലക്ഷൻ വരുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. 70,000 വോട്ടിന് വിജയിച്ച സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ ഇന്ന് എന്തിനാണ് ഒരു വിവാദം? നുണ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാനാണ് ശ്രമം. അതിന്റെ മെറിറ്റിലേക്ക് താൻ കടക്കുന്നില്ല. അതിൽ ഒരു ക്രമവിരുദ്ധതയും കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി 2014 മുതൽ നിരവധി ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. എല്ലാം പൊളിഞ്ഞില്ലേ? ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിന്റെ പോക്കറ്റിലാണെന്ന് നിങ്ങൾ പറയുന്നു. അത് അറിയിക്കാൻ കോടതിയില്ലേ? തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോവുക. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നത് സുരേഷ് ഗോപിയോട് ചോദിക്കണം. തെരഞ്ഞെടുപ്പ് നടന്നു 1.5 വർഷം കഴിഞ്ഞുവെന്നും അപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയപരമായി ഇതിൽ ഉത്തരം പറയേണ്ട ആവശ്യം ഇല്ല. പറയുന്നത് എല്ലാം നുണയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതും പൊളിയുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളെ വെടിയാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അവരുടെ ബി ടീമാണ് CPM. 6 വോട്ടല്ല 11 വോട്ടിന്റെ കാര്യമായാലും 70,000 വോട്ടിന്റെ അത്ര വരില്ലല്ലോ എന്നും ചന്ദ്രശേഖർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.